ഞാൻ പറഞ്ഞല്ലോ ഷാൻ തിയേറ്ററിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ. എനിക്ക് തോന്നുന്നു ഫ്രണ്ട് മുതൽ താഴെ അങ്ങേയറ്റം ബാൽക്കണി അങ്ങനെ എല്ലാ ചെയറിലും ഇരുന്ന് ഞാൻ സിനിമ കണ്ടിട്ടുണ്ടാവും. കാരണം അത്രയ്ക്ക് അധികം സിനിമകൾ ഞാൻ ഈ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷാൻ തിയേറ്ററിൻ്റെ ഓപ്പണിങ് എനിക്ക് തോന്നുന്നൊരു ഭക്ത ഹനുമാൻ എന്നൊക്കെ പറഞ്ഞൊരു സിനിമയായിരുന്നു. പിന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, അങ്ങനെ ഒരു 25-26 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു തിയേറ്ററാണിത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം ഇവിടെ വന്നിട്ടുള്ള ഒട്ടുമിക്ക സിനിമകൾ ഞാൻ സിനിമയിലേക്ക് പോകുന്നത്, അതായത് 91 ഒരു 92 വരെയുള്ള കാലയളവിലുള്ള എല്ലാ സിനിമകളും ഞാനിവിടെ വന്ന് കണ്ടിട്ടുണ്ട്. വളരെ റയറായിട്ട് എനിക്ക് പടങ്ങൾ മിസ്സായിട്ടുള്ളൂ. കാരണം സിനിമയോടുള്ള താല്പര്യം തന്നെ. അപ്പോൾ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു സംവിധായകനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ച എൻ്റെ ഒരു കലാലയം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു തിയേറ്ററാണ് ഈ ഷാൻ തിയേറ്റർ. ഞാൻ കുട്ടിക്കാലത്ത് ഏറ്റവും അധികം സിനിമ കണ്ടിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്താണ് ജിമ്മിച്ചൻ. ഞങ്ങളൊന്നിച്ചാണ്, അതായത് ഈ ഷാൻ തിയേറ്റർ തൊട്ടടുത്ത് മോഡേൺ തിയേറ്റർ, ഈ തിയേറ്ററിൽ വരുന്ന എല്ലാ സിനിമകളും, അതായത് അത് ഒരു ചേരുതിരിവുമില്ല, ഒരു വേർതിരിവുമില്ലാതെ ആരുടെ സിനിമയായാലും എന്ത് സിനിമയായാലും ഏത് ഭാഷയിലുള്ള സിനിമയായാലും കാണാൻ വരുമായിരുന്നു. അതിനിപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമയോടുള്ള ഒരു ആവേശം കൊണ്ട് വളരെ ചെറുപ്പത്തിൽ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നൊക്കെ പറഞ്ഞ പടം ഒരു 2:45 ഇവിടെ മാറ്റി തുടങ്ങണം. ഒരു 11 മണിക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. ഏതാണ്ട് ഇതൊന്ന് കണ്ട് പോകാൻ അത്രയ്ക്ക് ആവേശമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളന്ന് കണ്ട സിനിമകൾ അല്ലെ അങ്ങാടി, ശങ്കരാഭരണം, അതായത് ഒരു സിനിമ പോലും മിസ്സായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു സിനിമ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 18 ദിവസം അടുപ്പിച്ച് സെക്കൻഡ് ഷോ കണ്ടിട്ടുണ്ടോ? 18 ദിവസം. അതായത് മോഹൻലാലിൻ്റെ ഒരു 10-ാം ഉദയം എന്ന് പറഞ്ഞ സിനിമ. ഇതൊരു ആവേശം പോലെയാണ്. കാരണം സിനിമകൾ കണ്ടങ്ങ് തീർക്കുക, എത്ര കണ്ടാലും മതിയാവാത്തൊരവസ്ഥ. ശരിക്കും ഞാൻ ചൊവ്വാഴ്ച ഇറങ്ങുന്ന തമിഴ് പടം കണ്ട് തമിഴ് പഠിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ കമ്പനി കൂടി സെക്കൻഡ് ഷോയ്ക്ക് വരിക. എനിക്ക് തോന്നുന്നു ഇവൻ 10ാം ക്ലാസ് ജയിച്ചപ്പോൾ എനിക്കൊരു ചിലവ് ചെയ്തു. അതായത് വനിതാ പോലീസ് എന്ന് പറഞ്ഞൊരു പടം 1 രൂപ ടിക്കറ്റിനിരുത്തി കൊണ്ട് കാണിച്ചു. ഞാൻ ഇപ്പോഴും അവനോട് പറയും, നിൻ്റെ ഒടുക്കത്തെ ചിലവായിരുന്നത്. അപ്പോൾ അത് ഒരു ഇതാണ്. ഇപ്പം ഈ ജേക്കബിനെ സംബന്ധിച്ചാൽ ഇപ്പം ജിമ്മിച്ചൻ തിരക്കും കാര്യങ്ങളും ജീവിത പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജിമ്മിച്ചൻ സിനിമയോട് കുറച്ച് പലപ്പോഴും കാണുന്നുണ്ടാവും, എന്നെ അറിയിക്കാതെ ആണെങ്കിൽ. ജേക്കബാണ് ഇപ്പം ഞങ്ങൾ ഒന്നിച്ച സിനിമയ്ക്ക് പോകുന്നത്. ഇപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഈയിടെ അയ്യ എന്ന് പറഞ്ഞൊരു സിനിമ വന്ന് കണ്ടു ഷാൻ തിയേറ്ററിൽ. ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്ന ഒരു പടം മിസ്സായി, നമുക്ക് പോയി കാണണമെന്ന് പറഞ്ഞു. സിനിമ കണ്ട് എനിക്ക് എന്തെങ്കിലും അറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവരോടൊപ്പമാണ്. അപ്പോൾ ഈ സിനിമ കണ്ട് അതുപോലെ കഥ പറയും. ഈ ജിമ്മിച്ചനൊക്കെ അസലായിട്ട് കഥ പറയും. അതായത് സിനിമ കണ്ടിട്ട് ചിലപ്പോൾ ഇവൻ നേരത്തെ പോയി കാണും. നേരത്തെ പോയി കണ്ടിട്ട് ഇവൻ കഥ പറയുന്നത് കേട്ടാൽ എനിക്ക് തോന്നുന്നു അത്ര നന്നായിട്ട് കഥ പറയുന്ന ഒരു ഡയറക്ടർ മലയാള സിനിമ കാണുകയില്ലായിരിക്കും. അത്ര നന്നായിട്ട് ഈ പൈൻ സൗണ്ടൊക്കെ ഇടും, ഡിഷു അതൊക്കെ ഇട്ടിട്ടാണ് ജിമ്മിച്ചൻ പണ്ട് കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ നമ്മളെ ഒരു സിനിമ കാണാനും സിനിമയെ സ്നേഹിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളെ കിട്ടിയത് കൊണ്ടും എനിക്ക് ഒരുപാട് സഹായമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബന്ധങ്ങൾ, അതായത് അത് അങ്ങേയറ്റം കീപ്പ് ചെയ്ത് ഞാൻ പോകുന്നുണ്ട്. ഈ ബന്ധങ്ങളൊക്കെയാണ് സിനിമയിൽ അത്യാവശ്യം ഈ പൊസിഷനിലെങ്കിലും എത്താൻ എനിക്ക് സഹായിച്ചത്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ വീടും പരിസരവും എൻ്റെ ജീവിതവുമായി വളരെ ബന്ധമുള്ള ഒരു വീടും പരിസരമാണ്. കാരണം എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാനിവിടെ എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തുണ്ടായിരുന്നു കുര്യച്ചൻ. അങ്ങനെ കുര്യച്ചൻ അപ്പുറത്തെ വീട്ടിലെ ഒരു തോമസ് കുട്ടി, ഇവിടെയാണ് ഞങ്ങൾ കളിച്ച് വളർന്ന്. ഈ വീടും ഈ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം എനിക്ക് വളരെ വലുതാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ ടേണിംഗ് പോയിൻറ്റുകളും ഉണ്ടായിരിക്കുന്നത് ഇവിടെയാണ്. അതിലെൻ്റെ ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്ന ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സിനിമ. അതായത് ഞാൻ ഏറ്റവും മോഹിച്ച സിനിമ, അതായത് ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ സിനിമാക്കാരൻ, ആദ്യത്തെ നിർമ്മാതാവ് എന്ന് പറയാവുന്ന വർണ്ണപ്പകിട്ട്, കൺഗ്രാലേഷൻസ് മിസ് അനിതാ മേനോൻ, അങ്ങനത്തെ സിനിമകൾ ചെയ്ത ജോക്കുട്ടനാണ് എന്നെ സിനിമയിലെത്തിച്ചത്. ജോക്കുട്ടനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും അത് എന്നെപ്പോലൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് അപ്രാപ്യമെന്ന് തോന്നുന്ന മേഖലയായിരുന്നു സിനിമ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഞാൻ സിനിമയിൽ എത്തില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ നിനക്ക് സാധിക്കും എന്നുള്ള ഒരു പ്രേരണ തന്ന് എന്നെ കൊണ്ടുപോയ ആളാണ് ജോക്കുട്ടൻ. എനിക്ക് തോന്നുന്നു ഒരു 91 ജൂൺ 13 ആദ്യമായിട്ട് ഞാൻ മദ്രാസിന് പോകുന്നത്. ജോക്കുട്ടനാണ് എന്നെ കൊണ്ടുപോകുന്നത്. അവിടെ എന്നെ നിർത്തി ഒരു തുളസിദാസ് എന്ന് പറഞ്ഞ ബിസിയസ്റ്റ് സംവിധായകൻ്റെ അടുക്കൽ എന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറ്റി വിട്ടു. തമിഴ് സിനിമ കണ്ട് തമിഴ് പഠിച്ച ഒരു മലയാളിയാണ്. അപ്പം ഇവൻ ഓരോ സിനിമയുടെ ക്ലൈമാക്സ് ഇങ്ങനെ ചെയ്തിരുന്നേ കൊള്ളാമായിരുന്നു, അങ്ങനെ ചെയ്തിരുന്നേ കൊള്ളാമായിരുന്നു പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഞാൻ ഒരു ഡയറക്ടറാകണമെന്ന് ആഗ്രഹിച്ച, പക്ഷേ നടന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇവൻ ഒരു ഡയറക്ടറാകുമെന്ന്. ഒരു 20 വർഷം മുമ്പ് ഞാൻ
പറഞ്ഞാൽ നീ ഒരു ഡയറക്ടർ ആവുമെന്ന്. അങ്ങനെ ഞാനൊരു റിസ്ക് എടുത്ത് ഇവനൊരു ഡയറക്ടർ ആവുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇവനെപ്പറ്റി എൻ്റെ ഓർമ്മയിൽ ഓർത്തിരിക്കുന്നത് ഒരു കാര്യം പറയാനുണ്ട്. തീരെ കുട്ടിക്കാലത്ത് നാണം കെടുത്തില്ല. ഇല്ല ഇത് റിയലായിട്ട് നടന്ന ഒരു കഥയാണ്. ഇവൻ്റെ ഫാനായിപ്പോയി കാര്യം ആ ഒരു സംഭവത്തോടെ ഞാൻ. കാര്യം ക്യാപ്റ്റൻ രാജുവിൻ്റെ പൊക്കമുള്ള ഒരുത്തൻ, അവനുമായിട്ട് ഇവൻ തീരെ ചെറിയ പ്രായത്തിൽ തെങ്ങ കയറുന്ന പോലെ അവൻ്റെ ദേഹത്ത് കയറിയിട്ട് ഒറ്റയടി കൊടുത്തു. അത് എനിക്ക് എന്നും ഈ കാര്യം ഞാൻ വരെ പേടിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ എനിക്ക് ഇപ്പം ഞാൻ ഇല്ല അതൊരു റൗഡിസം എന്നുള്ള ഒരു ഇതാണ്. അവൻ്റെ ചങ്കൂറ്റം ഭയങ്കര ചങ്കൂറ്റമായിരുന്നു. ചെറുപ്പം തൊട്ട് ഈ സംസാരത്തിലാണേലും ഈ ആനനെ ഈ ചെറിയ ഒരു മനുഷ്യൻ ആനയെ എങ്ങനെ നിയന്ത്രിക്കുന്നു അങ്ങനെ ഒരു കമാൻഡിങ് പവർ ഉണ്ടായിരുന്നു. ഈ സിനിമാക്കാർക്ക് പെണ്ണ് കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് ഒരു പരിധി വരെ അനുഭവിച്ച ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് വിവാഹം ഒരു ആവശ്യമായിരുന്നു. കാരണം എൻ്റെ സുഖമില്ലാത്ത അമ്മയും ഞാനും മാത്രമല്ലായിരുന്നു. അപ്പം നേരത്തെ മരിച്ചു പോയപ്പോൾ അമ്മയെ നോക്കാനൊരു പെണ്ണ്, പിന്നെ ഒരു കല്യാണം ഒരു ആവശ്യമായ ഘടകമായി. ഒരു 10-17 പെണ്ണോളം കണ്ടിട്ടും എനിക്ക്, കാരണം സിനിമാക്കാരെന്നുള്ള ഒരൊറ്റ കുഴപ്പം കൊണ്ട് ഒരു പെണ്ണ് തരാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്നെ നേരത്തെ അറിയാവുന്ന ഒരു കുടുംബമായിരുന്നു ഷൈനിയുടേത്. ഷൈനിയെ ഞാൻ കണ്ടതായിട്ടൊരു ഓർമ്മയുണ്ട്. കാരണം ഞാൻ ബ്രിട്ടീഷ് മാർക്കറ്റിൽ നിന്ന് നിസാർക്ക ഡയറക്റ്റ് ചെയ്തൊരു പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ വീടിന് തൊട്ടടുത്തായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ ആ സമയത്ത് ഇവരെന്നെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ 18ാമത്തെ പെണ്ണ് കാണൽ എന്ന് പറയുന്നത് ഒരു വളരെ ആത്മവിശ്വാസത്തോടു കൂടി, കാരണം എന്നെ ഇഷ്ടപ്പെട്ടൊരു പെണ്ണാണ്, എന്നെ കണ്ട് ഓക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പെണ്ണാണ്, അപ്പോൾ അതുകൊണ്ട് ഇനി എന്നെ വേണ്ടെന്ന് പറയില്ല എന്നുള്ള ധൈര്യത്തോടു കൂടി തന്നെ 18ാമത്തെ പെണ്ണ് കാണാൻ പോവുകയും അങ്ങനെ ആ കല്യാണം ഫിക്സ് ചെയ്യും. ഇപ്പോൾ ഏതായാലും ഒരു 3 വർഷം കഴിഞ്ഞ് ഒരു മോളായി. അപ്പോൾ അങ്ങനെ ഒരു നല്ല ജീവിതം നയിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അതൊരു കാര്യം മനസ്സിലാക്കി, എനിക്ക് തോന്നുന്നു സിനിമാക്കാർ കുടുംബം നോക്കുന്നവരാരും നോക്കുന്നില്ലെന്ന് എൻ്റെ അഭിപ്രായം. കാരണം സിനിമാക്കാർ എല്ലാ കാര്യങ്ങളിലും അവരെ ഇൻവോൾവ് ചെയ്യിക്കാറുണ്ട്. ഒരു ഫംഗ്ഷൻ ആണെങ്കിലും ഒരു ട്രൈ ആയി പോകുന്നില്ല അവരുടെ കുടുംബജീവിതം. അവരുടെ കുടുംബജീവിതം ശരിക്കും വളരെ ആസ്വാദ്യകരമായിട്ട് ഫംഗ്ഷനുകളെ പല നല്ല നല്ല ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, അപ്പോൾ ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇനി ധൈര്യമായിട്ട് സിനിമാക്കാരന് പെണ്ണ് കൊടുക്കാമെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല? കുഴപ്പമൊന്നുമില്ല.